നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയും യുവതീ പ്രവേശനത്തിലെ സർക്കാരിന്റെ ഇരട്ടത്താപ്പും തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമെന്ന് രമേശ് ചെന്നിത്തല. CPM അഭിമുഖീകരിക്കുന്നത് ഏറ്റവും വലിയ അപജയം. ഉത്തമ കമ്മ്യൂണിസ്റ്റുകൾ പാർട്ടി വിടുകയാണെന്നും ചെന്നിത്തല. വിവാദങ്ങളിലൂടെ വോട്ടർമാരുടെ ശ്രദ്ധ തിരിക്കാനാണ് LDF, UDF മുന്നണികൾ ശ്രമിക്കുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. NDAയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസവും പ്രതീക്ഷയും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. CPIM-ഉം കോൺഗ്രസും തമ്മിലാണ് കൂട്ടുകെട്ടുള്ളതെന്നും രാജീവ് ചന്ദ്രശേഖർ. ഇടത് സർക്കാരിന്റെ തുടർച്ചയുണ്ടാകണമെന്ന് ജനം ആഗ്രഹിക്കുന്നതായി CPIM കേന്ദ്ര കമ്മിറ്റി അംഗം സുജാത. രാജ്യത്ത് ആദ്യമായി വീട്ടമ്മമാർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ സംസ്ഥാനമായി കേരളം മാറി. 10 വർഷത്തെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കപ്പെട്ടത് സ്ത്രീകളും കുട്ടികളുമാണെന്നും CS സുജാത. വിശദമായ വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഏറ്റെടുത്ത പ്രധാന വിഷയം ശബരിമല സ്വർണ്ണക്കൊള്ളയും യുവതീ പ്രവേശനത്തിലെ സർക്കാരിന്റെ ഇരട്ടത്താപ്പുമാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. കൊല്ലം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച വോട്ടും വാക്കും എന്ന സംവാദ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത അപജയമാണ് CPM അഭിമുഖീകരിക്കുന്നതെന്നും അതിൽ സഹികെട്ടാണ് ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാർ CPM വിട്ടുപോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയും യുവതീ പ്രവേശനത്തിൽ സർക്കാരിന്റെ ഇരട്ടത്താപ്പുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഏറ്റെടുത്ത പ്രധാന വിഷയമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. കൊല്ലം പ്രസ് ക്ലബിന്റെ വോട്ടും വാക്കും എന്ന സംവാദത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത അപജയമാണ് CPM അഭിമുഖീകരിക്കുന്നതെന്നും അതിൽ സഹികെട്ടാണ് ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാർ CPM വിട്ടുപോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് മനന്നതാണ്. മുൻ അടൂർ MLA ഉണ്ണികൃഷ്ണനാരുടെ ഭാര്യ രാജിവെച്ചു പോയി. കേരളത്തിലെ പാർട്ടി ഇന്ന് ജീർണത നേരിടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ തുടർഭരണം ആഗ്രഹിക്കുന്നില്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പാർട്ടി പ്രതിപക്ഷത്ത് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. CPM-ന്റെ കോട്ടകളിലാണ് ഇപ്പോൾ വിള്ളൽ വീണുകൊണ്ടിരിക്കുന്നത്. അത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് ഈ ഭരണത്തിനെതിരായി അണിനിരക്കും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. UDF ജില്ലാ ചെയർമാൻ KC രാജൻ, DCC പ്രസിഡന്റ് P രാജേന്ദ്രപ്രസാദ്, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് D ജയകൃഷ്ണൻ, സെക്രട്ടറി സനൽ D പ്രേം, ട്രഷറർ കണ്ണൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വിവാദങ്ങളിലൂടെയും ഡീൽ ആരോപണങ്ങളിലൂടെയും വോട്ടർമാരുടെ ശ്രദ്ധ തിരിക്കാനാണ് LDF, UDF മുന്നണികൾ ശ്രമിക്കുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. NDAയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസവും പ്രതീക്ഷയും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. CPIM-ഉം കോൺഗ്രസും തമ്മിലാണ് പലയിടത്തും കൂട്ടുകെട്ടുള്ളത്. BJP-ക്കെതിരായ ഡീൽ ആരോപണം ഭയം കൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. വിവാദങ്ങളിലൂടെയും ഡീൽ ആരോപണങ്ങളിലൂടെയും വോട്ടർമാരുടെ ശ്രദ്ധ തിരിക്കാനുള്ള LDF, UDF മുന്നണികളുടെ ശ്രമം ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോകുന്നില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്ന, വികസനം യാഥാർത്ഥ്യമാക്കുന്ന ബദൽ മുന്നണിയായി വളർന്ന NDAയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസവും പ്രതീക്ഷയും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലം പ്രസ് ക്ലബിന്റെ വോട്ടും വാക്കും തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. കൂട്ടുകെട്ട് CPIM-ഉം കോൺഗ്രസും തമ്മിലാണ്. BJP-യെ വലിച്ചുചേക്കുന്നത് ശ്രദ്ധ തിരിക്കാനാണ്. BJP-ക്കെതിരായ ഡീൽ ആരോപണം ഭയം കൊണ്ടാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അപ്പോൾ ഈ ഇലക്ഷൻ ഒരു മാറ്റത്തിന്റെ ഇലക്ഷനാണ്. മാറ്റം, എന്തു മാറ്റം? ഭരണമാറ്റം മാത്രമല്ല, ഒരു ഭരണശൈലിയിൽ മാറ്റം, രാഷ്ട്രീയ സംസ്കാരത്തിൽ ഒരു മാറ്റം, വിവാദത്തിൽ നിന്നൊരു വികസനത്തിലേക്ക് ഒരു മാറ്റം ആയിട്ടാണ് ഞങ്ങൾ കാണുന്നതും അങ്ങനെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇനിയിപ്പോൾ കഴിഞ്ഞ ഇത് ജനങ്ങളെ ഏറ്റെടുക്കുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇത് ജനങ്ങളുടെ മനസ്സിൽ കയറുന്നുണ്ട്. ഇതൊരു നിർണായകമായ ഇലക്ഷനാണ്. മാറ്റം വേണമെന്ന് അതിനും ഞങ്ങൾ വിശ്വസിക്കുന്നു. കഴിഞ്ഞ 4 ദിവസം CPM-ഉം കോൺഗ്രസ് പറയുന്നതും ചെയ്യുന്നതും നമ്മളൊന്ന് പരിശോധിച്ചാൽ ജനങ്ങൾ ഈ മാറ്റം ആവശ്യപ്പെടുന്നുണ്ടെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഒരു മതത്തിനെതിരെ പറയാനും BJP ഇല്ലെന്നും നൂലിൽ കെട്ടിയിറക്കിയ രാഷ്ട്രീയ നേതാവാണെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയോട് യോജിക്കുന്നില്ലെന്നും തന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കുറെ നാളായി കോൺഗ്രസുകാർ തന്നെക്കുറിച്ച് അസത്യം പ്രചരിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേരളത്തിൽ സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. പവന് 2760 രൂപ വർദ്ധിച്ച് 1,07,550 രൂപയായി.
ഗ്രാമിന് 345 രൂപ വർദ്ധിച്ചു. സ്വർണ്ണവില ഇനി വലിയ മുന്നേറ്റം നടത്തുമെന്നാണ് പ്രവചനം. കേരളത്തിൽ 1 പവൻ സ്വർണത്തിന് 2760 രൂപ വർദ്ധിച്ച് 1,07,550 രൂപയിലെത്തി. ഗ്രാമിന് 345 രൂപ വർദ്ധിച്ച് 13,445 രൂപയുമായി 99,000 രൂപ വരെ കുറഞ്ഞ ശേഷമാണ് സ്വർണ്ണവില വീണ്ടും കുതിപ്പ് തുടങ്ങിയത്. ആഗോള വിപണിയിൽ കാറ്റ് മാറിവീശാൻ തുടങ്ങിയതോടെ സ്വർണ്ണവില ഇനിയും വലിയ മുന്നേറ്റം നടത്തുമെന്നാണ് പ്രവചനം. കേരളത്തിൽ 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 11,050 രൂപയായി ഉയർന്നു. പവന് 88,400 രൂപയായി. അതേസമയം 14 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 8,605 രൂപയിലെത്തി. പവന് 68,840 രൂപയുമായി. 9 ക്യാരറ്റ് ഗ്രാമിന് 5,550 രൂപയും പവന് 44,400 രൂപയിലുമെത്തി. വെള്ളിവിലയിലും വലിയ കുതിപ്പുണ്ടായി. ഗ്രാമിന് 250 രൂപയും 10 ഗ്രാമിന് 2,500 രൂപയുമാണ് ഇന്നത്തെ വെള്ളിവില. ന്യൂസ് ഡെസ്ക്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം. 4 പേർ കിള്ളികൊല്ലൂർ പോലീസിന്റെ പിടിയിൽ. വെള്ളിമൺ, തട്ടാർകോണം, പെരുമ്പുഴ, കുഴിമതിക്കാട് സ്വദേശികളാണ് പിടിയിലായത്. പെൺകുട്ടി സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് പോകുന്ന വഴി കാറിലെത്തിയ സംഘം പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു. പെൺകുട്ടി ബഹളം വെച്ചതിനെ തുടർന്ന് പ്രതികൾ ശ്രമം ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പ്രതികളാണ് പോലീസിന്റെ പിടിയിലായത്. വെള്ളിമൺ ചെറുമൂട് ഒലിക്കരമേലതിൽ വീട്ടിൽ ജിബി, തട്ടാർകോണം താഹാമുക്ക് VR ഭവനിൽ രാജേഷ്, പെരുമ്പുഴ പുനുക്കന്നൂർ ബിനു ഭവനിൽ ബിനു, കുഴിമതിക്കാട് മാവിള വീട്ടിൽ വിപിൻ എന്നിവരാണ് കിളികൊല്ലൂർ പോലീസിന്റെ പിടിയിലായത്. പെൺകുട്ടി സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന വഴി കാറിലെത്തിയ സംഘം പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു. പെൺകുട്ടി ബഹളം വെച്ചതിനെ തുടർന്ന് ശ്രമം ഉപേക്ഷിച്ച് സംഘം കടന്നുകളഞ്ഞു. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കിളികൊല്ലൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇടത് സർക്കാരിന്റെ തുടർച്ചയുണ്ടാകണമെന്ന് ജനം ആഗ്രഹിക്കുന്നതായി CPIM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത. കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. രാജ്യത്ത് ആദ്യമായി വീട്ടമ്മമാർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ സംസ്ഥാനമായി കേരളം മാറി. 10 വർഷത്തെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കപ്പെട്ടത് സ്ത്രീകളും കുട്ടികളുമാണെന്നും സുജാത പറഞ്ഞു. ഇടതു സർക്കാരിന്റെ 10 വർഷത്തെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ ചേർത്തു പിടിക്കപ്പെട്ടത് സ്ത്രീകളും കുട്ടികളുമാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത. കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി MS താരയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. രാജ്യത്ത് ആദ്യമായി വീട്ടമ്മമാർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ സംസ്ഥാനമായി കേരളം മാറി. സംസ്ഥാന PSCകൾ വഴി നടത്തിയ നിയമനങ്ങളിൽ 65% നടന്നത് കേരളത്തിലാണ്. ഈ ഭരണത്തിന് തുടർച്ചയുണ്ടാകണമെന്ന് കേരള ജനത ആഗ്രഹിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ വർഗീയത മുഖമുദ്രയാക്കി വോട്ട് നേടാൻ ശ്രമിക്കുമ്പോൾ കള്ളക്കഥകളും അപവാദ പ്രചരണങ്ങളും നടത്തി എങ്ങനെയും അധികാരത്തിലെത്താനാണ് UDF ശ്രമിക്കുന്നത്. സുജാത കൂട്ടിച്ചേർത്തു. രാജ്യങ്ങളെ കൈകാര്യം ചെയ്യാൻ നടത്തുന്ന പരിശ്രമങ്ങൾ നമുക്കറിയാം. പലസ്തീനിലെ കുഞ്ഞുങ്ങളുടെ തേങ്ങലുകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇസ്രയേൽ പാലസ്തീനിൽ നടത്തിയ യുദ്ധത്തിൽ 1 ലക്ഷത്തോളം വരുന്ന ആളുകൾ കൊല്ലപ്പെട്ടു. അതിൽ 70,000-ഓളം വരുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളുമായിരുന്നു. ഇസ്രയേലിന് ചെല്ലും ചെലവും കൊടുത്ത് എല്ലാ സപ്പോർട്ടും കൊടുത്ത് ആ യുദ്ധം അവിടെ ഉണ്ടാക്കിയത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. അത് കഴിഞ്ഞപ്പോൾ ഏകപക്ഷീയമായി ഇറാനെ ആക്രമിച്ചു. അമേരിക്കയും ഇസ്രയേലും ചേർന്നുകൊണ്ട് തന്നെയാണ്. ഈ 2 ഘട്ടത്തിലും ഇന്ത്യ ഗവൺമെന്റിന്റെ നിലപാടെന്തായിരുന്നു? ഇന്ത്യ ഗവൺമെന്റ് ശക്തമായി ഇതിനെയൊക്കെ അപലപിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇസ്രയേൽ ചേർന്ന് നടത്തിയ പ്രസ്താവന നമ്മൾ കേൾക്കുകയുണ്ടായി. ഇറാൻ ഭരണാധികാരിയെ കൊലപ്പെടുത്തിയപ്പോൾ ഇന്ത്യയുടെ നല്ല സുഹൃത്തായിരുന്നു ഇറാൻ. ഒന്ന് അപലപിക്കാൻ ഇന്ത്യൻ ഭരണാധികാരി തയ്യാറായില്ല. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ശിവശങ്കരപിള്ള അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം സെക്രട്ടറി ജഗത് ജീവൻ ലാലി, LDF നേതാക്കളായ A അനിരുദ്ധൻ, PV സത്യദേവൻ, സൂസൻ കോടി, P ബാലചന്ദ്രൻ, C രാധാമണി, PR വസന്തൻ, RS അനിൽ, AS ഷാജി, R സോമൻപിള്ള, കരിമ്പാലിൽ സദാനന്ദൻ, ഷിഹാബ് എസ് പൈനുമൂട്, സ്ഥാനാർത്ഥി MS താര തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഗുണ്ടാ നേതാവ് അലുവ അതുലിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കരുനാഗപ്പള്ളി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കസ്റ്റഡിയിൽ വിട്ടത്. കഴിഞ്ഞ 14-നാണ് ജിം സന്തോഷ് വധക്കേസിലെ പ്രതിയായ അലുവ അതുലിനെ കരുനാഗപ്പള്ളി പുതിയകാവിന് സമീപം വെട്ടിക്കൊലപ്പെടുത്തിയത്. ഗുണ്ട നേതാവ് ഓച്ചിറ മടത്തിൽക്കാരാഴ്മ കൃഷ്ണവിലാസത്തിൽ അതുലിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. കരുനാഗപ്പള്ളി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് മിഥുൻ A സതീഷാണ് പ്രതികളെ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു നൽകാൻ ഉത്തരവിട്ടത്.
കേസിലെ പ്രതികളായ കടത്തൂർ കണ്ണമ്പള്ളി തെക്കതിൽ വീരപ്പൻ എന്ന് വിളിക്കുന്ന അനീർ, കടത്തൂർ കരീപ്പള്ളി കിഴക്കതിൽ ബ്ലാക്ക് എന്ന് വിളിക്കുന്ന വിഷ്ണു, കടത്തൂർ വലിയത്ത് പടിഞ്ഞാറ്റതിൽ മണ്ണെണ്ണ നൗഫൽ എന്ന് വിളിക്കുന്ന നൗഫൽ, കടത്തൂർ കുന്നേൽ വടക്കതിൽ ഹുസൈൻ, പുന്നക്കുളം കുറവൻതറ കിഴക്കതിൽ തോമ എന്ന് വിളിക്കുന്ന മുഹമ്മദ് ആഷിഖ്, കുലശേഖരപുരം കൊച്ചുവീട്ടിൽ ശങ്കരാടി എന്ന് വിളിക്കുന്ന ഷംനാദ്, പുലിയൂർ വഞ്ചി വടക്ക റഹീം മൻസിലിൽ കഷണ്ടി ഫൈസൽ എന്ന് വിളിക്കുന്ന മുഹമ്മദ് ഫൈസൽ ഖാൻ, കടത്തൂർ ഫാത്തിമ മൻസിലിൽ അലി ഉമ്മർ, തേവലക്കര തടത്തിൽ വീട്ടിൽ ഷിനു പീറ്റർ, കുലശേഖരപുരം വീട്ടിൽ ആദിൽ മുഹമ്മദ് എന്നിവരെയാണ് 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. കരുനാഗപ്പള്ളിയിലെ ഗുണ്ടാ നേതാവായിരുന്ന ജിം സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങി കരുനാഗപ്പള്ളി സ്റ്റേഷനിലെത്തി ഒപ്പിട്ട് മടങ്ങുമ്പോൾ കഴിഞ്ഞ 14-ന് രാവിലെ 11:15-നാണ് അതുലിനെ ഗുണ്ടാ സംഘം നടുറോഡിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കുന്ന സാഹചര്യത്തിൽ കരുനാഗപ്പള്ളി ACP ജോണിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹത്തെ കോടതിയിൽ വിന്യസിച്ചിരുന്നു. തിരുവനന്തപുരത്ത് ജയിലിൽ നിന്നും പോലീസ് വാഹനത്തിലാണ് 10 പ്രതികളെയും കോടതിയിലെത്തിച്ചത്. അരമണിക്കൂർ നീണ്ടുനിന്ന വാദത്തിനൊടുവിലാണ് 10 പേരെയും പോലീസ് കസ്റ്റഡിയിൽ വിടാൻ കോടതി ഉത്തരവിട്ടത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. LDF കൊല്ലം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. വലതുപക്ഷ മാധ്യമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ വികസനങ്ങൾ ചർച്ച ചെയ്യുന്നില്ലെന്ന് മുല്ലക്കര പറഞ്ഞു. മാധ്യമങ്ങൾ സർക്കാരിന്റെ വികസനവും മനുഷ്യ നന്മകളും ചർച്ച ചെയ്യുന്നില്ലെന്നും സമൂഹത്തിൽ അരാഷ്ട്രീയ ബോധമുണ്ടാക്കാനാണ് അവരിൽ ചിലർ ശ്രമിക്കുന്നതെന്നും CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ പറഞ്ഞു. ഇത് കേരളം നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. LDF കൊല്ലം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പഴയ മാധ്യമങ്ങൾ അപ്രസക്തമാവുകയാണ്. പുതിയ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും മുതലാളിത്തത്തിന്റെയും കമ്പോള മൂല്യത്തിന്റെയും പുറകെയാണ്. വൈകുന്നേരങ്ങളിലെ മാധ്യമ ചർച്ചകളിൽ പോലും നമ്മുടെ വികസന പ്രവർത്തനങ്ങളോ മനുഷ്യ നന്മകളോ വിഷയമാക്കുന്നില്ല. BJP ഗവൺമെന്റും അവരെ പിന്തുടർന്നു പോകുന്ന കോൺഗ്രസും പൊതുപ്രവർത്തന മേഖലയെ മൂല്യമില്ലാതാക്കി മാറ്റി. പൊതുപ്രവർത്തനത്തിന്റെ അർത്ഥത്തെ തന്നെ അവർ ചോർത്തിക്കളഞ്ഞു. ആ മൂല്യങ്ങൾ ചോരാതെ നിലനിൽക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. കേരളത്തെ കൂടി ആ അവസ്ഥയിലേക്ക് തരം താഴ്ത്താനുള്ള തയ്യാറെടുപ്പിലാണ് അവരെന്നും മുല്ലക്കര രത്നാകരൻ പറഞ്ഞു. ഇടതുപക്ഷത്തെ കുഴിച്ചു മൂടാമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് ബീഹാറിലും മഹാരാഷ്ട്രയിലും മറ്റു ചില സംസ്ഥാനങ്ങളിലുമൊക്കെ സംഭവിച്ചതാണ്. ഞാൻ അതിൻ്റെ എല്ലാ സംഭവങ്ങളും നിങ്ങളുടെ ഓർമ്മകളിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഓർമ്മയിൽ നിങ്ങളത് സൂക്ഷിക്കണം. നിങ്ങളെ ഒരുതരം ഈ ആഗോളവൽക്കരണ കാലത്ത് സുഖം തേടിയുള്ള യാത്രയിലെ യാത്രക്കാരാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയം വളർത്താൻ ശ്രമിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ കാലത്ത് നമ്മളെ ഒരുക്കിയ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന രക്തസാക്ഷികളായ പോരാളികളായ പൂർവകാല മനുഷ്യരെ മുഴുവൻ മറന്നുപോയാൽ നമ്മൾ ചരിത്രത്തിൻ്റെ മുമ്പിൽ കുറ്റക്കാരാകും. കോൺഗ്രസിലും അത്തരം രക്തസാക്ഷികളുണ്ട്. പക്ഷെ കേരളത്തെ രൂപപ്പെടുത്തിയതിൽ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും അയ്യങ്കാളിയും വാഗ്ഭടാനന്ദനും പഠിക്കാൻ ആഗ്രഹിച്ച മനുഷ്യരെ ഇവിടെ വന്ന് പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ മൺട്രോ തുരുത്ത് പോലും അങ്ങനെ ഉണ്ടായതാണ്. രാമവർമ്മ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ അഡ്വക്കേറ്റ് A. രാജീവ് അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി S. ജയമോഹൻ, PK ഗുരുദാസൻ, PS സുബാൽ, S. സുദേവൻ, PK ഗോപി, A. മിക്ബാൽ, MH ഷാരിയർ, ചിന്ത ചെറോം, പ്രസന്ന ഏണസ്റ്റ്, N. പത്മലോചനൻ, അഡ്വക്കേറ്റ് G. ലാലു, അഡ്വക്കേറ്റ് R. വിജയകുമാർ, ഹണി ബെഞ്ചമിൻ, ചന്ദനത്തോപ്പ് അജയകുമാർ, മേടയിൽ ബാബു, തടത്തിൽ വിള രാംദാസ്, സുരേഷ് ശർമ്മ, CA ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. BJP കൊല്ലം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ആസ്ഥാനം ചിന്നക്കടയിൽ 25-ന് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറാണ് ജില്ലാ കമ്മിറ്റി ഓഫീസായ ദീനദയാൽ ഭവൻ ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചിന്നക്കടയിലാണ് BJP കൊല്ലം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ഓഫീസ് നിർമ്മിച്ചിട്ടുള്ളത്. ദീനദയാൽ ഭവൻ എന്ന് പേരിട്ടിട്ടുള്ള പുതിയ ഓഫീസിൽ ജനപ്രതിനിധികൾക്കായി പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ജനങ്ങൾക്കായുള്ള സഹായ കേന്ദ്രം, വിശാലമായ കോൺഫറൻസ് ഹാളുകൾ, MLA-മാർക്കും തദ്ദേശ സ്വയംഭരണ അധ്യക്ഷന്മാർക്കും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾക്കുമായി പ്രത്യേക മുറികളും സജ്ജീകരിച്ചിട്ടുണ്ട്. 10,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള 4 നില മന്ദിരത്തിന്റെ 2ാം നിലയിലാണ് MLA-ക്ക് മുറി സജ്ജീകരിച്ചിട്ടുള്ളത്. പൊതുജനങ്ങളുമായി സംവദിക്കാനും പരാതികൾ സ്വീകരിക്കാനും ജനപ്രതിനിധികൾക്ക് സ്ഥിരമായ ഒരു സംവിധാനം ഒരുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് BJP നേതാക്കൾ അറിയിച്ചു. ഞങ്ങളുടെ എല്ലാവരുടെയും കൊല്ലം ജില്ലയുടെ BJPയുടെ ഒരു അഭിമാന സൗധം. ഞങ്ങളുടെ പ്രവർത്തകന്മാരെ സംബന്ധിച്ച് ഞങ്ങളുടെ കാര്യാലയങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ ആത്മാവാണ്. അപ്പോൾ കഴിഞ്ഞ 1.5 വർഷക്കാലമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. 7 വർഷങ്ങൾക്ക് മുമ്പാണ്
കൊല്ലത്തിന്റെ നഗര ഹൃദയമായിട്ടുള്ള ചിന്നക്കടയിൽ നമ്മുടെ ഷാ ഹോട്ടലിന് ഓപ്പോസിറ്റായി കല്യാൺ സിക്സിന്റെ തൊട്ടുപിറകിലായി 12 സെന്റ് ഭൂമി പാർട്ടിയുടെ ജില്ലാ കാര്യാലയത്തിന് വേണ്ടി വാങ്ങിയത്. കഴിഞ്ഞ 1.5 വർഷക്കാലമായി അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു. 10,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള സൗകര്യത്തോടു കൂടി വിശാലമായ കോൺഫറൻസ് ഹാൾ അടക്കം സജ്ജീകരിച്ചു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് കൊല്ലത്തെ BJPയെ സംബന്ധിച്ച് നമ്മുടെ സഹപ്രവർത്തകന്മാരുടെ ഒരു കരുത്തും കരുതലുമാണ്, അതോടൊപ്പം പാർട്ടിയുടെ സഹായവുമാണ് ഇത്തരത്തിൽ ഓഫീസ് നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിച്ചിട്ടുള്ളത്. പാർട്ടിയുടെ ബഹുമാനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. മാർച്ച് മാസം 25-ാം തീയതി രാവിലെ 10 മണിക്കാണ് അതിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നത്. 25-ന് രാവിലെ 10-ന് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വെസ്റ്റ് ജില്ലാ ആസ്ഥാനം ഉദ്ഘാടനം ചെയ്യും. ഗ്രൗണ്ട് ഫ്ലോറിൽ പാർക്കിംഗ് സൗകര്യവും കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിവ് നൽകുന്നതിനുള്ള ഹെൽപ്പ് ഡെസ്കും ഉണ്ടാകും. 1-ാം നിലയിൽ ജില്ലാ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാർ, ട്രഷറർ എന്നിവരുടെ ഓഫീസുകളും, 2-ാം നിലയിൽ ജനപ്രതിനിധികളുടെ മുറികൾ, ലൈബ്രറി, മോർച്ച ഭാരവാഹികളുടെ ഇരിപ്പിടങ്ങൾ, മിനി കോൺഫറൻസ് ഹാൾ, ഡൈനിങ് സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. 4-ാം നിലയിൽ 200 പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാളും സജ്ജീകരിച്ചിട്ടുണ്ട്. BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് S പ്രശാന്ത്, മീഡിയ കൺവീനർ പ്രീതിലാൽ എന്നിവരാണ് ഈ കാര്യം അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. SNDP പ്രവർത്തകർ കൊല്ലത്ത് ആഹ്ലാദ പ്രകടനം നടത്തി. വെള്ളാപ്പള്ളി നടേശന്റെ അയോഗ്യത റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് പ്രകടനം നടത്തിയത്. യോഗം ആസ്ഥാനത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ചിന്നക്കടയിലെ R ശങ്കർ സ്ക്വയറിന് മുന്നിൽ സമാപിച്ചു. കൊല്ലം യൂണിയൻ പ്രസിഡന്റ് മോഹൻ ശങ്കർ ഉദ്ഘാടനം ചെയ്തു. നീക്കം ചെയ്തു, സ്റ്റേ ചെയ്തു. ഒപ്പം ഇന്നു മുതൽ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും SNDP യോഗത്തിൻ്റെ ബോർഡും കൗൺസിലും എല്ലാം നിലവിൽ വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ വിധിയോടുകൂടി നമ്മൾക്കുണ്ടായ ഒരു സന്തോഷത്തിൻ്റെ പ്രകടനമാണ് ഇന്ന് നടക്കുന്നത്. ഞാൻ കേസിൻ്റെ ആഴങ്ങളിലേക്ക് പോവുകയല്ല. ഒട്ടനവധി കേസുകൾ കൊടുത്ത് ജനറൽ സെക്രട്ടറിയായ ശ്രീ വെള്ളാപ്പള്ളി നടേശനെയും നമ്മളെയും ഒക്കെ ഒരു മൂലയ്ക്ക് ചായയിരുത്തുവാനായിട്ട് ചില കുത്സിത ബുദ്ധികൾ സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ട് കേസുകൾ നടത്തി നമ്മളെ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഗുരുദേവൻ്റെ സാക്ഷാൽ ഗുരുദേവൻ്റെ കൈകൾ കൊണ്ടുണ്ടാക്കിയ ഈ പ്രസ്ഥാനത്തെ ആര് വിചാരിച്ചാലും ഒതുക്കാൻ പറ്റില്ല, നശിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവോടുകൂടി വന്നിരിക്കുന്നത്. യോഗം കൗൺസിലർ P സുന്ദരൻ, സെക്രട്ടറി N രാജേന്ദ്രൻ, യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജീവ് കുഞ്ഞുകൃഷ്ണൻ, ശ്രീനാരായണ ഗുരു എംപ്ലോയീസ് കൗൺസിൽ സംസ്ഥാന കോർഡിനേറ്റർ PV രജിമോൻ, ശ്രീനാരായണ എംപ്ലോയീസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് S അജുലാൽ, RDC ചെയർപേഴ്സൺ ഡോക്ടർ അനിത ശങ്കർ, പ്രസിഡന്റ് ഡോക്ടർ S സുലേഖ, J വിമലകുമാരി തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. സെക്രട്ടറിയാണ്, നമ്മളോടൊപ്പം എപ്പോഴും ഉള്ള ആളാണ്. എൻ്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് 30 കൊല്ലം അദ്ദേഹത്തോട് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നത്. ഈ 30 കൊല്ലം അദ്ദേഹത്തിലൂടെ പ്രവർത്തിച്ചത് കൊണ്ടുള്ള എനിക്ക് അദ്ദേഹത്തിലുള്ള സ്നേഹവും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും നമ്മളൊന്ന് ഒരുമിച്ച് നിന്ന് അദ്ദേഹത്തിനോട് കാണിക്കുകയാണ്. നമ്മൾ പെട്ടെന്നായതുകൊണ്ട് എണ്ണത്തിൽ കുറഞ്ഞു പോയാൽ പോലും ശക്തിയിൽ നമ്മൾ മറ്റാരെക്കാളും മുൻപിലാണ് എന്നുള്ള വിശ്വാസം നമുക്ക് ഉണ്ടാകണം. നമ്മളെന്നും വെള്ളാപ്പള്ളി നടേശൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് അദ്ദേഹത്തെ അറിയിക്കുകയും കൂടെ ചെയ്യണം എന്ന് വേണ്ടിയാണിത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. RSP Lൽ നിന്നും സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PT ശ്രീകുമാർ രാജിവെച്ചു. പാർട്ടി നേതാവ് എന്ന നിലയിൽ കോവൂർ കുഞ്ഞുമോൻ പരാജയമാണ്. UDFുമായി സഹകരിക്കും. ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുകയാണെന്നും ശ്രീകുമാർ പറഞ്ഞു. RSP ലെന്നിസിൽ നിന്നും രാജിവെക്കുന്നതായി സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PT ശ്രീകുമാർ അറിയിച്ചു. ഇടതുമുന്നണിയിൽ നിന്ന് അവഗണന തുടരുകയാണ്. പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ കോവൂർ കുഞ്ഞുമോൻ തികഞ്ഞ പരാജയമായിരുന്നു. പാർട്ടിക്ക് അർഹമായ സ്ഥാനമാനങ്ങൾ വാങ്ങിയെടുക്കുന്നതിൽ കോവൂർ കുഞ്ഞുമോൻ പരാജയപ്പെട്ടു. പാർട്ടി വളരുന്നതിന് കുഞ്ഞുമോൻ വിലങ്ങുതടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. 10 വർഷമായി ഈ പാർട്ടി രൂപം കൊണ്ടു. ഇടതുപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് CPM, വളരെ പ്രതീക്ഷയോടുകൂടിയും സന്തോഷത്തോടുകൂടിയും RSPയിൽ ഒരു പിളർപ്പുണ്ടായപ്പോൾ നിലവിലുണ്ടായിരുന്ന കോവൂർ കുഞ്ഞുമോനെ മുൻനിർത്തിക്കൊണ്ട് ഒരു പാർട്ടി രൂപീകരിക്കാനുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തു. എന്നാൽ തുടർന്ന് ഇങ്ങോട്ട് വന്ന നാളുകളിൽ പാർട്ടി 14 ജില്ലകളിലും ഇല്ലാതെയാകുന്ന ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ കണ്ടത്. മുന്നണിയിൽ നിന്നുകൊണ്ട് ഏറ്റെടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ചോദിച്ചു വാങ്ങിക്കാൻ കഴിയുന്ന 2 തവണയായിട്ട് അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിൽ നിന്നും യാതൊരുവിധ ആനുകൂല്യങ്ങളോ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളോ
നേടിയെടുക്കുവാൻ കഴിയാതെ അത് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന അമ്പലത്ര ശ്രീ തിരുനായൻ എന്ന് പറയുന്ന പഴയ RSPയുടെ നേതാവ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിക്കൊണ്ടാണ് ഈ പാർട്ടി രൂപീകരിച്ചത്. അദ്ദേഹത്തെ ആദ്യം പുറത്താക്കി, പിന്നീട് തേവലക്കര ബലദേവ് ജനറൽ സെക്രട്ടറിയായി അദ്ദേഹത്തെ പുറത്താക്കി, പിന്നീട് കോട്ടയത്തുള്ള ഷാജി ഫിലിപ്പ് വളരെ മുതിർന്ന പാർട്ടിയുടെ നേതാവായി അദ്ദേഹത്തെ പുറത്താക്കി. പാർട്ടി പ്രവർത്തകർക്ക് അർഹമായ പ്രാതിനിധ്യമോ പ്രാധാന്യമോ അദ്ദേഹം നൽകിയില്ല. അതിനാൽ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തകർ കൊഴിഞ്ഞു പോവുകയാണ്. ചരമം പ്രാപിച്ചിരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി തുടരാൻ താല്പര്യമില്ലെന്നും UDFുമായി സഹകരിച്ച് പ്രവർത്തിക്കാനാണ് ആഗ്രഹമെന്നും അതിനായി ചർച്ചകൾ തുടരുകയാണെന്നും ശ്രീകുമാർ പറഞ്ഞു. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി ഇല്ലാത്ത ഒരവസ്ഥയാണ്. അതിന്റെ ആക്ടിംഗ് സെക്രട്ടറി എന്നുള്ള ചുമതല എനിക്കായി. എന്നാൽ ഈ 10 വർഷക്കാലം ഒരു കമ്മിറ്റി വിളിച്ചു കൂട്ടുവാനോ ആ കമ്മിറ്റി കൂടുന്നതിൽ പങ്കെടുക്കുവാനോ യാതൊരുവിധ താല്പര്യവും ഈ പാർട്ടിയുടെ MLA ആയിട്ടുള്ള കുഞ്ഞുമാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ 14 ജില്ലകളിലുള്ള പാർട്ടി പ്രവർത്തകർ വിവിധ പാർട്ടികളിലേക്ക് പോവുകയുണ്ടായി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. LDF വീണ്ടും അധികാരത്തിലെത്തുമെന്ന് CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ. LDF ഇരവിപുരം മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നുണകൾ പ്രചരിപ്പിച്ച് അധികാരത്തിൽ കയറാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കഴിഞ്ഞ തവണത്തേക്കാൾ 10 സീറ്റുകൾ കൂടുതൽ നേടി LDF വീണ്ടും അധികാരത്തിലെത്തുമെന്ന് CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ അഭിപ്രായപ്പെട്ടു. LDF ഇരവിപുരം മണ്ഡലം സ്ഥാനാർത്ഥി M നൌഷാദിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശബരിമല കേസിൽ നുണപ്രചാരണം നടത്തി UDF നേട്ടമുണ്ടാക്കിയെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. പലതായി കൊടുക്കാനുണ്ടായിരുന്നു, അതെല്ലാം കൊടുത്തു തീർത്ത് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റുകൾ തുടർച്ചയിൽ അത് കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആവുകൊണ്ട് നമ്മൾ തരുമില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ ചിലർ അങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്, ഇപ്പൊ പറയുന്ന ആളങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പഴയ കാലത്ത് നമ്മളെ തറവാട്ട് കാലം അവർ നോക്കിയാൽ മതി. ഒരു തറവാട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കാൻ കാരണം അവർക്ക് ബാധ്യതയുണ്ട്. അതുപോലെ ഗവൺമെന്റ് നിങ്ങൾ നോക്ക്, കേരളം നമ്മുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം നേരിട്ടിരിക്കുന്ന ദുര്യോഗങ്ങൾ കണ്ടില്ലേ? ആദ്യം വന്ന എന്താ? പ്രളയം. എവിടെ? ചെങ്ങന്നൂര് എന്ന് പറഞ്ഞ പാണ്ടനാട്ട്. ജനങ്ങൾ ഇങ്ങനെ വെള്ളത്തിൽ എങ്ങോട്ട് പോകണമെന്ന് ഗതിയില്ല നിൽക്കുക. നേരം വിളിക്കുമ്പോഴേക്ക് കഴുത്തോളം വെള്ള വീട്ടിൽ കിടന്നവരില്ല. അതുപോലൊരു അവസ്ഥയിൽ ജനങ്ങളെല്ലാം തന്നെ അവരുടെ ഏത് പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ വേണ്ടി ഒരുമിച്ച് ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഭരണ സംവിധാനം ഉണ്ടായിരുന്നവരെ സഹായിക്കാൻ. CPI സംസ്ഥാന കൗൺസിൽ അംഗം G ലാലു അധ്യക്ഷത വഹിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം MH ഷാരിയർ, M നൌഷാദ്, CPM ജില്ലാ കമ്മിറ്റി അംഗം X ഏണസ്റ്റ്, ഗീതാകുമാരി, പ്രസന്ന ഏണസ്റ്റ്, ഏരിയ കമ്മിറ്റി സെക്രട്ടറി S ഫത്തഹുദ്ദീൻ, A പുഷ്പരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കശുവണ്ടി തൊഴിലാളികളുടെ ക്ഷേമം അന്വേഷിച്ചും പ്രതീക്ഷയോടെയും LDF സ്ഥാനാർത്ഥി KN ബാലഗോപാലിന്റെ പര്യടനം. കൊട്ടാരക്കരയിലെ കശുവണ്ടി ഫാക്ടറികളിൽ തൊഴിലാളികൾ ആവേശത്തോടെയാണ് ബാലഗോപാലിനെ സ്വീകരിച്ചത്. കശുവണ്ടി ഫാക്ടറികളിൽ ജീവിതം തല്ലിയെടുക്കുന്ന തൊഴിലാളികളിലേക്ക് കരുതലിന്റെ പ്രതീകവും പ്രതീക്ഷയുമായാണ് KN ബാലഗോപാൽ കടന്നു ചെന്നത്. മണ്ഡലത്തിലെ സ്വകാര്യ കശുവണ്ടി ഫാക്ടറികളിൽ LDF സ്ഥാനാർത്ഥി നടത്തിയ സന്ദർശനം തൊഴിലാളികൾക്ക് ആവേശവും ആശ്വാസവുമായി മാറി. ഫാക്ടറികളിലെത്തിയ സ്ഥാനാർത്ഥിയെ ഏറെ സന്തോഷത്തോടെയാണ് തൊഴിലാളികൾ സ്വീകരിച്ചത്. കശുവണ്ടി വ്യവസായം നേരിടുന്ന വെല്ലുവിളികളും തങ്ങൾ അനുഭവിക്കുന്ന ആനുകൂല്യങ്ങളും അവർ സ്ഥാനാർത്ഥിയുമായി പങ്കുവച്ചു. ഇറക്കുമതി നയങ്ങളും ടാക്സ് പ്രശ്നങ്ങളും കാരണം വ്യവസായം പ്രതിസന്ധിയിലായപ്പോഴും സംസ്ഥാന സർക്കാർ നൽകിയ പിന്തുണ തങ്ങൾക്ക് കരുത്തായെന്ന് തൊഴിലാളികൾ സാക്ഷ്യപ്പെടുത്തി. വളരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിച്ച കുഞ്ഞുകുട്ടി എന്ന അമ്മയെ ബാലഗോപാൽ തന്റെ കഴുത്തിൽ കിടന്ന ഷാൾ തണിയിച്ച് ആദരിച്ചു. തൊഴിലാളി ക്ഷേമത്തിന് LDF സർക്കാർ നൽകുന്ന മുൻഗണന സന്ദർശന വേളയിൽ ബാലഗോപാൽ എടുത്തു പറഞ്ഞു. സർക്കാർ മേഖലയിൽ മാത്രമല്ല സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളെയും സംരക്ഷിക്കുക എന്നതാണ് സർക്കാരിന്റെ നയം. തൊഴിലാളികളുടെ PF വിഹിതത്തിന്റെ ഒരു ഭാഗം സർക്കാർ അടയ്ക്കുന്ന പദ്ധതി വഴി വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഇതിനായി പ്രതിവർഷം 30 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി നടപ്പിലാക്കി വരുന്ന കാര്യവും അദ്ദേഹം വിശദീകരിച്ചു. കശുവണ്ടിക്കറ പുരണ്ട കൈകളിൽ സ്നേഹത്തോടെ പിടിച്ച് തങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു ഭരണകൂടമുണ്ടെന്ന വിശ്വാസത്തിലാണ് മണ്ഡലത്തിലെ ഓരോ ഫാക്ടറിയിലും തൊഴിലാളികൾ സ്ഥാനാർത്ഥിയെ യാത്രയാക്കിയത്. മൈലം, പൂവറ്റൂർ മൈലംകുളം, പുത്തൂർ, തെക്കുംപുറം, ആനക്കോട്ടൂർ എന്നിവിടങ്ങളിലാണ് കശുവണ്ടി ഫാക്ടറിയിലും പാക്കിംഗ് സെന്ററുകളിലും തൊഴിലാളികളെ നേരിട്ട് കണ്ട് ബാലഗോപാൽ വോട്ട് അഭ്യർത്ഥിച്ചത്. K രാമാനുജൻ, C മുകേഷ്, ദിവ്യ ചന്ദ്രശേഖർ, R മധു, വിജയൻ, P
പി പ്രസന്നകുമാർ, ബാലൻ, അനിൽ, ഗിരിജ മുരളീധരൻ, ആര്യ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പ്രധാന വാർത്തകൾ വീണ്ടും. ശബരിമല സ്വർണ്ണക്കൊള്ളയും യുവതീ പ്രവേശനത്തിലെ സർക്കാരിന്റെ ഇരട്ടത്താപ്പും തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമെന്ന് രമേശ് ചെന്നിത്തല. CPM അഭിമുഖീകരിക്കുന്നത് ഏറ്റവും വലിയ അപജയം. ഉത്തമ കമ്മ്യൂണിസ്റ്റുകൾ പാർട്ടി വിടുകയാണെന്നും ചെന്നിത്തല. വിവാദങ്ങളിലൂടെ വോട്ടർമാരുടെ ശ്രദ്ധ തിരിക്കാനാണ് LDF, UDF മുന്നണികൾ ശ്രമിക്കുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. NDAയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസവും പ്രതീക്ഷയും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. CPIM-ഉം കോൺഗ്രസും തമ്മിലാണ് കൂട്ടുകെട്ടുള്ളതെന്നും രാജീവ് ചന്ദ്രശേഖർ. ഇടത് സർക്കാരിന്റെ തുടർച്ചയുണ്ടാകണമെന്ന് ജനം ആഗ്രഹിക്കുന്നതായി CPIM കേന്ദ്ര കമ്മിറ്റി അംഗം സുജാത. രാജ്യത്ത് ആദ്യമായി വീട്ടമ്മമാർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ സംസ്ഥാനമായി കേരളം മാറി. 10 വർഷത്തെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കപ്പെട്ടത് സ്ത്രീകളും കുട്ടികളുമാണെന്നും CS സുജാത. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.